അവർക്ക് ഓട്ടോ കിട്ടിയടാ? ആ നമ്മുടെ ജോബിയുടെ ഓട്ടോ വിളിച്ചിരുന്നു. അവനാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. രണ്ടാളും കൂടി വൈകിട്ട് വരുമെന്നാ പറഞ്ഞേ. വേലൂര് സ്കൂളില് സൂര്യൻ മാഷും ജോൺസൺ മാഷും കൂടി സംഘടിപ്പിച്ച കുറെ കലാപരിപാടികളുണ്ട്. അത് കാണാണ്ട് വരില്ല എന്നാ സൂസൻ പറഞ്ഞേ. പിന്നെ ഞെമണങ്ങാട് തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു നാടകവും. ഔ പ്രാഞ്ചി അണക്കും കൂടി പോവായിരുന്നു അവരുടെ കൂടെ. ഏട്ടങ്കടി ഇങ്ങനെ പന്നിച്ചിരിക്കുമ്പോഴാ ഞാനിവിടെ ഉണ്ടോന്നുള്ള ധൈര്യത്തില് ആലോചിച്ച് പോയിരിക്കണേ. 2-3 മാസമായിട്ട് ഈ പരിപാടി വന്നാൽ പോണമെന്ന് പറയണു. അല്ല, പോണെന്ന് വല്ലാണ്ട് മോഹിച്ചാൽ പോവാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം കണ്ട ഇപ്പൊക്ക് പോവാൻ പറ്റില്ല. ഞാൻ കാരണം ഇപ്പം അണക്കും പോവാൻ പറ്റില്ല അല്ലേ? ഏയ് ഞാൻ അല്ലെങ്കിലും പോകണില്ല എന്ന് കരുതിണ്ടായിരുന്നു. അവിടെ ചെന്നാ അവളുടെ അപ്പന്റെ ഉപദേശം കേൾക്കണം. എന്തിന്? ഇങ്ങനെ രണ്ടു കൂട്ടരും കൂടി എത്ര കാലം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുമിച്ച് കഴിയണേ? സ്വന്തമായിട്ടൊരു വീടും സ്ഥലമൊക്കെ വേണ്ടേ? ഈ ജാതി ചോദ്യം. വിറ്റകളുടെയൊക്കെ ആഗ്രഹം നമ്മൾ സ്വന്തമായിട്ട് ഓരോ വീട് വേറെ വേറെ വെച്ചിട്ട് ജയിലിൽ കഴിയണ മാതിരി കഴിയണം. അതിപ്പോ അപ്പന്മാരല്ലേ, വയസ്സായവരല്ലേ, അവരെന്തിനാ കുറ്റം പറയണ്? അല്ല പ്രാഞ്ചിയെ, അനക്കങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? ഏട്ടൻ കടിക്കണ്ട അസലായി. നീ അടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചിന്തിക്കാനേ വയ്യായിരിക്കും. ഏട്ടങ്കടി മരുന്ന് കഴിച്ചാ? കഴിച്ചു. ഇപ്പൊ കുറവുണ്ട് കുറച്ച്. ഈ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതിന്റെ കാര്യം ഡോക്ടറോടൊന്ന് പറയായിരുന്നു കേട്ടാ. അത് ഈ കാലാവസ്ഥയാടാ. കാലാവസ്ഥയാണെങ്കി ഇപ്പൊ ഞങ്ങൾക്കും വരണ്ടേ? ഏയ് ഇത് ഈ പരിപാടി ഇങ്ങനെ സ്ഥിരമായിട്ടുള്ളതുകൊണ്ടാണ് കേട്ടാ. ആര് സ്ഥിരമായിട്ട് കഴിച്ചു? ഞാൻ എന്ന് മദ്യപിച്ച? മിനിഞ്ഞാന്ന് കഴിച്ചില്ലേ? മിനിഞ്ഞാന്നാ? ഓ അതെ, മിനിഞ്ഞാന്ന് തന്നെ. അതിനു മുമ്പ് കടിച്ചത് ശനിയാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച. ഞാനൊന്നും അറിയില്ലെന്ന് കരുതണ്ട. ലിവറിനാ കേടുവരാട്ടാ, മനസ്സിലായ? അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂടുണ്ടെന്ന്. ഞാൻ നിർത്തിയടാ. ഞാനേ നോക്ക്, ആലീസിന്റെ തലേ തൊട്ട് സത്യം ചെയ്തു ഞാൻ ഇനി കുടിക്കില്ലാന്ന്. എല്ലാവർക്കും നല്ലത്. ഇവനെന്തിനാ വരുന്നത്? എന്ത് കാര്യങ്ങള്? ഏത് വന്നിട്ട് നടക്കാണ്ട് നടക്ക്. ഏട്ടങ്ങടി പനിച്ചിട്ടിരിക്ക. മാത്രല്ല ഡോക്ടർമാര് പറഞ്ഞിരിക്കണ ഈ അടുത്തൊന്നും മദ്യം കൈകൊണ്ട് ഓടരുതെന്നാ. അയാള് കുടിക്കണ്ട, അപ്പൊ പ്രശ്നം തോന്നില്ലേ? ഏയ് അതെങ്ങനെയാ പറ്റാ? പ്രാഞ്ചേട്ടാ, കാലങ്ങൾ കുറെ കാത്തിരുന്നാലാണ് സൂര്യനും ഭൂമിയും ഒരേ രേഖയിൽ വരിക. അതിനേക്കാളും കുറെ കാലമൊക്കെ കാത്തിരുന്നാലാണ് ആലിസേച്ചും സൂസേച്ചും ഒക്കെ ഒന്നിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതും ഇന്ന് വൈകിട്ട് 9 മണിയാവും അവരിവിടെ എത്തുമ്പോ. അങ്ങനെ ഇപ്പൊ എത്ര കൃത്യമായിട്ടാണ്? അത് ഞാൻ ആ ഓട്ടോക്കാരൻ ജോസൂട്ടിന് ചട്ടം കെട്ടിയിട്ടുണ്ട്. അവരെ 8 മണി കഴിയാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. ഇനി 8 മണിയെക്കാട്ട് മുമ്പ് പുറപ്പെട്ട അവൻ ആ വിവരം എന്നെ അറിയിക്കും. അത് കലക്കി. പ്രാഞ്ചേട്ടാ, ഭാര്യ വീട്ടിലില്ലാത്തതിന്റെ സന്തോഷം ആസ്വദിക്കാൻ പറ്റണ്ട. അതൊക്കെ ഉണ്ട്, ഒരു സ്വാതന്ത്ര്യ ദിനം പോലെ. പക്ഷെ അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റില്ല. ആ കുരുവേട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാത്രല്ല മനഃപൂർവ്വമല്ലോ, അയാൾക്ക് വയ്യാത്തോണ്ടല്ലേ. എന്താ പ്രാഞ്ചി ഇവിടെ സ്വകാര്യം? ഏയ് ഒന്നുമില്ല. അല്ല എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി നടക്കണേ? അവിടെ എങ്ങനെ പോയിരിക്കും? പനിയല്ലേ? എനിക്കങ്ങനെ തുള്ള പനിയൊന്നുമില്ല. മാത്രല്ല ഞാനിങ്ങനെ മൂടിപ്പോച്ചിരിക്കണേ ആലീസിനെ പറ്റിക്കാനാ. എന്തുട്ടിന്? അല്ലെങ്കിൽ ഞാനും അവളുടെ കൂടെ പോണ്ടി വരില്ലടാ. പോയ നാടകം കാണാറുന്നില്ലേ? ഈ ഇടയായിട്ട് നാടകത്തിനോടൊന്നും വലിയ താല്പര്യമില്ലടാ. എന്താന്നറിയില്ല. അത് പിന്നെ ലിവറിന് പ്രശ്നം വന്നാ അങ്ങനെ തന്നെയാ. നമ്മുടെ കൊച്ചു വർഗീസേട്ടൻ അങ്ങനെ ആയിരുന്നല്ലോ. എന്തുട്ടിന് നീ ലിവറിന്റെ കരളിന്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണേ? അല്ല പറയാ. അതെ, നീ എന്താ അവരുടെ കൂടെ നാടകത്തിന് പോവാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാട്ടാ. പിന്നെ പ്രാഞ്ചേട്ടന് ഒഴിയാൻ പറ്റാത്തൊരു കാര്യം. സൂസനോട് നീ പറഞ്ഞില്ലേ എനിക്ക് തുണയിരിക്കാന്ന്? ഇതൊക്കെ വെള്ളം കൂട്ടാതെ അവള് വിശ്വസിച്ചു എന്നാ എന്റെ വിചാരം. എനിക്ക് പിന്നെ പനിയാണ്. നീ വെള്ളടിക്കാനിരിക്കണമെന്നൊക്കെ അവൾക്ക് അറിയാടാ. എന്തിപ്പോ പറഞ്ഞിട്ടുണ്ടാക്കണ്? വെള്ളടിക്ക്. ഞങ്ങളങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ? എന്റെ മുഖത്തേക്ക് നോക്ക്. എന്തിനു മുഖത്തേക്ക് നോക്കണ? ഇങ്ങോട്ട് നോക്കടാ. അങ്ങനെ ഒരു വിചാരം ഇല്ല. എന്തിനു വിചാരില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. വാ, നിന്റെ കൂടെ അവിടെ ഉമ്മർത്ത് വന്നിരിക്കുക. എങ്ങോട്ടും പോണ്ട. വാ, നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. എന്തുട്ട നീ അവാർഡ് സിനിമക്കാരെ പോലെ ഇരിക്കണ്? എന്തെങ്കിലും മുണ്ടിക്കൂടെ എനക്ക്?
കുരുവേട്ടാ നിങ്ങക്ക് പനിയല്ലേ ആ. കുറച്ചു നേരം ആ റൂമിൽ ചെന്ന് കിടന്നൂടെ? എടാ എനിക്ക് അത്രമാത്രം പനിയൊന്നുമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലുള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നത്തെ ദിവസത്തിന് എന്താ പറ്റിയേ? കുരുവേട്ട ഒന്ന് കണ്ണടച്ച എല്ലാം ശരിയാവും. എന്തുട്ടാ നീ പറഞ്ഞേ? ഞാൻ കണ്ണടക്കണെന്നാ? ആ കണ്ണടക്കിലല്ല, ഞങ്ങളിങ്ങനെ കുറച്ച് മിച്ചറും കുറച്ച് നേരം പോക്കും തമാശയൊക്കെ ആയിട്ട് നല്ലൊരു ദിവസല്ലേ കുരുവേട്ടാ? എടാ നിങ്ങൾ കരുതണ പോലെ ഞാൻ അത്ര ക്രൂരനൊന്നുമല്ല. മാത്രല്ല നിങ്ങളുടെയൊക്കെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇരിക്കണേ. നിങ്ങൾ എന്തുട്ട് വേണം കായ്ക്കടാ? ഏട്ടങ്കടി, ഇതാണ് എനിക്ക് ഏട്ടങ്കടിന്റെ എത്ര ഇഷ്ടം. ഔ നീ അങ്ങനെ സൂപ്പിക്കൊന്നും വേണ്ടട്ടാ. വേഗം തുടങ്ങി വെച്ചടാ, ഇല്ലെങ്കിൽ ഇപ്പൊ രാത്രിയാവും അവരും കൂടെ എഴുന്നള്ളൂ. ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കല്ലേട്ടാ. സമയം 10 ആവണല്ലുള്ളൂ. ആ ഇനിയുണ്ട് ഉച്ച, ഉച്ചര, ഉച്ചമുക്കാല്. ആ അങ്ങനെ കിടക്കല്ലേ. എടാ ഇങ്ങനത്തെ അവസരത്തിലേ സമയം പറന്നാ പോവാ. കടലിരിക്കണ ദിവസോ ഒട്ടകത്തിന്റെ പുറത്തിരിക്കണ പോലെ സമയം പോവാ. എന്നാലും ഏട്ടങ്കടി ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് എന്തോ ഐ ഞാൻ പിന്നെ എന്തുട്ര ചെയ്യാ? കുറച്ചു നേരം ഒന്ന് കിടന്നോ വെറുതെ. ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ വിളിക്കാം. ആ ഞാനും വിളിക്കാം. ഞാൻ ഇവിടെ ഇല്ലാന്ന് കരുതിക്കടാ, പ്രശ്നം തീർന്നില്ലേ? നോക്ക് ഇപ്പൊ എനിക്ക് പനിയും കുറവുണ്ട്. ആ അതിപ്പോ കുറയ്ക്കണ്ട, മര്യാദക്ക് ഒതുങ്ങി അവിടെ ഇരുന്നോട്ടാ. എടാ ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. എടാ വെറുതോ സാധനം എവിടെ? ആ, ഇവിടെ ഓക്കെ ആണെങ്കിൽ സംഭവം ഇടയ്ക്ക് മിലിറ്ററിയാ? എന്തുട്ടിനെ ഏട്ടങ്കടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണേ? എടാ ഞാൻ കഴിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. വർത്താനം പറയണതിനും കൂടെ ഇരിക്കണതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അത് ശരിയാ. വർത്താനം പറഞ്ഞ തമാശയും പറഞ്ഞിരുന്നോ? അതെ. അങ്ങനെ പച്ചയ്ക്ക് ഏട്ടങ്കടീനെ ഇരുത്തിട്ട് നമ്മളെങ്ങനെടാ? ആ അതാ പറഞ്ഞത് ഇന്ന് ഈ പരിപാടി വേണ്ടാന്ന്. പ്രാഞ്ചേട്ടാ 12 കൊല്ലം കൂടുമ്പോഴേ ഇങ്ങനെ ഒരു അവസരം കിട്ടണ. ഈ സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ കളയണ. ഏട്ടങ്കടി ഞങ്ങളങ്ങനെ വല്ലാണ്ട് പിടിപ്പിക്കണമൊന്നുമില്ല, ഒരു തരിപ്പിന് അത്രേ ഉള്ളൂ. അതിന് ഞാൻ നിങ്ങളോട് എതിരൊന്നും പറഞ്ഞില്ലോ. സാധനം എവിടെ നിന്നല്ലേ ചോദിച്ചുള്ളൂ. സാധനമൊക്കെ റെഡി തന്നെയാണ്. എന്നിട്ട് എവിടെ എടുക്ക്? അപ്പൊ ഏട്ടങ്കടി എന്തുകൊണ്ട് ഇതിനെ ആക്രാന്തം കാട്ടണേ? എവിടെയെന്ന് ചോദിച്ചല്ലേടുള്ളൂ. അതെങ്ങനെ ആക്രാന്താവണേ? ആ ഭാവം കണ്ടറിഞ്ഞൂടെ? പിന്നെ എന്നാലേ ഞാൻ റൂമിൽ ചെന്ന് കിടക്കുക. നിങ്ങൾ എന്തുട്ടാ ചെയ്യേ ട്ടാ. വിളിച്ചു ഊരിടണ്ട ഭാസ്കര, നിന്നെ ഞാൻ ഇങ്ങനെ എന്തുട്ടാ കാട്ടണേ? അതൊരാള് സൂലാണ്ട് കിടക്കുന്നുണ്ട്, അത് മറക്കണ്ട. തീരുവയ്യേ തീരെ സുഖമില്ല. കഷ്ടായി. ഞാൻ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ടെൻഷൻ അടിച്ച് നിർവഹിക്കേണ്ട ഒരു കർമ്മല്ല. മനസ്സിനും ശരീരത്തിനും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഫ്രാനിക് ഹീലിംഗ് ആണ്. അതിന് അപ്പൊ നമ്മൾ ഈ പരിപാടി വേറെ എവിടേക്കെങ്കിലും മാറ്റേണ്ടി വരും. എവിടേക്ക്? സ്ഥലം പറയും. എന്റെ പറഞ്ഞോ, ഇതിനേക്കാൾ നല്ല സ്ഥലം കേരളത്തിലുണ്ടാ? പക്ഷെ ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട. നിന്റെ വീട്ടിലേക്ക് പോയാലോ? എന്റെ വീട്ടിലാ. മൂടി തുറക്കണ സൗണ്ട് കേട്ടാ മതി, ആ കൊണ്ടി തന്ന അപ്പൊ ഫിറ്റ് ആവും. പിന്നെ ഭരണി പാട്ട് കേട്ടിട്ട് വേണം അവിടെ ഇരിക്കേണ്ടി വരിക. അതല്ലേ പറഞ്ഞ നല്ലൊരു സ്ഥലം പറയുമ്പോ അത് നിനക്ക് പറ്റണില്ല. പിന്നെ എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ എന്തൊട്ട് പ്രശ്നം? ഏട്ടങ്ങടി എന്തൊട്ട് ഈ ഇടക്കിടക്ക് ടെൻഷൻ വരണേ? ഞാൻ എന്റെ കണ്ണട എടുക്കാൻ വന്നാടാ. നിങ്ങൾ വെള്ളം അടിക്കണ്ട വെച്ചിട്ട് എനിക്ക് എന്റെ കോലാമ്പില് വരാൻ പാടില്ലേ? അല്ല ഗുരുവേട്ടാ, നിങ്ങൾക്ക് കാഴ്ചക്ക് ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ലടാ. ഇവർക്കാണ് ഇപ്പൊ കുഴപ്പം. ഇതുവരെ എന്നോടില്ലാത്ത സ്നേഹാണ് ഇപ്പൊ അവർക്ക്. ഇതിപ്പോ ആകെ കൊളായി. നമുക്ക് വേറെ എങ്ങനെയും പോവാടാ. എന്തിനാടാ? പിന്നല്ലാണ്ട് ജാതി തോട്ടി വർത്താനം പറഞ്ഞ പിന്നെ എന്തുട്ടാ പറയണത്? എന്റെ പൊന്നു പ്രാഞ്ചിയെ, ഒന്നും പറയുന്നില്ല. എനിക്ക് പനിയാ, ഞാൻ മദ്യപിക്കാനും പോണില്ല. നിങ്ങളുടെ നോക്കിയേ, നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ അതിനില്ല. മാത്രല്ല ആലിസേച്ചിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ആലീസിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണ സമയത്ത് മനസ്സിലെ വേറെ ചിലതാ ചിന്തിച്ച്. അതുകൊണ്ട് ആ സത്യത്തിനൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പം വേണ്ട, ആ സത്യം തന്നെ സത്യം. അത് ഞാൻ അല്ലാണ്ടാക്കണ്ട. വേണ്ടാന്ന്, എനിക്ക് വേണ്ടാന്ന്. വഴക്കൂടല്ലേ, നമുക്ക് തുടങ്ങുക. ആ അല്ല, നിങ്ങൾ എവിടെ ഇരിക്കണേ? ഇവിടെ അടുക്കളയില? അടാ തട്ടുമോളിക്ക് പോക്കടാ. ഞങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോണ്ട് അവിടെ പോയി കിടക്ക്. ഞങ്ങൾ ആ തട്ടിന്റെ മുകളിൽ എവിടെയെങ്കിലും ഇരിക്കാം. അത് ഇളയപ്പൻ കൊണ്ടുവരും. ഇളയപ്പനല്ലേ ബീവറേജ് സംഘടിപ്പിച്ചെന്ന് ഏളയപ്പനോട് പറഞ്ഞ? ആ ഇളയപ്പന്റെ കൂട്ടുകാർ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് ഇത് കിട്ടുവോ? എവിടെ നിന്നിട്ട്? മൂപ്പര് പിന്നാലെ വരാന്ന് പറഞ്ഞാ. ഇനി അവിടെ മണം പിടിച്ച് കിടപ്പുണ്ടോ എന്തോ നോക്കട്ടെ.
ഇപ്പൊ ആകെ വീത് വെക്കണ മാതിരി. ഉണ്ടായിക്കോട്ടെ ഒരു രസമല്ല. അല്ലേ, വന്നില്ലെങ്കിൽ അത് മൂപ്പരുടെ ആർക്ക് മുഖത്ത് രസം? കുടിക്കാലോ. അല്ല ഇങ്ങക്ക് വർത്താനം പറഞ്ഞിരിക്കുമ്പോ ഒരു രസമാണല്ലോ അത്. അളയപ്പം ഉണ്ടായിക്കോട്ടെ കിട്ടണില്ലേ? ബെല്ലടിക്കണ്ട്, പാമ്പായി തോന്നുന്നു. ഇളയപ്പം വരാണ്ട് തുടങ്ങുന്നത് മോശമാണല്ലോ. ഞാനിതിൽ നേരത്തെ വരേണ്ടതായിരുന്നടാ. എന്താ ചെയ്യാ, നമ്മുടെ ആ കുര്യാക്കോസിന്റെ ചേട്ടനില്ലേ, അത് 2-3 ദിവസമായിട്ട് ഐസിയുലായിരുന്നേ, അത് പോയി. അയ്യോ, എന്നിട്ട് നാളെ എടുക്കോ. ആ മാത്തുവിന്റെ മൂത്ത മോനില്ലടാ, ആ പിത്തക്കാടി, അവൻ വരണം. അല്ലടാ ഗുരുവേ, എന്താ ഇര? എന്താവാനാ, നിങ്ങൾ തന്നെ അതിന് പ്രതീക്ഷിക്കണ്ടാട്ടാ. നീ അടുത്തൊന്നും പോവില്ലടാ. അതിനല്ല, ഇതിന് വെള്ളടിക്കാൻ. ഇതിനെങ്ങാനും നീ കൂട്ടു നിന്നാൽ നിന്റെ കാലിന്റെ മുട്ടി ഞാൻ തല്ലൊടിക്കടാ. ആ അകത്ത് എവിടെങ്കിലും പോയി റെസ്റ്റ് എടുക്കുക ഏട്ടങ്ങടി. പ്രാഞ്ചി ഇതിന് ഇത്തിരി അവന് കൊടുത്തല്ല. ഏളയപ്പം എന്തുട്ടി പറഞ്ഞേ? എന്തേലും പറ്റിക്കഴിഞ്ഞാ പിന്നെ ഈ തമാശ ഒന്നും ആവൂലേ? തൽക്കാലം സിമ്പതി വിചാരിക്കണ്ട. മാത്രല്ല വിശന്നിട്ടൊന്നല്ല, ലഹരിയല്ലേ. കുടിക്കണത് തന്നെ പാവ, എന്നിട്ടാണ് കുടിപ്പിക്കല്. അതും പനിച്ചോണ്ടിരിക്കണ ആളെ. ആ മഹാപാവം. ആ. ഔ, സൂസനാണല്ലോ. ഹലോ, എന്തുട്ടേ? ഞാനേ വീട്ടിലല്ല, അരിയുടെ കാര്യത്തിനായിട്ട് കുന്നംകുളം ടൗണിൽ വന്നിരിക്കുക. കുന്നംകുളം ആ കേച്ചേരി വഴി മുന്നോട്ട് കേറിക്കെ. ആ അങ്ങനെ വണ്ടി പോട്ടെ. എന്ത് വ്യക്തമില്ല? ആ പട്ടിയുടെ ഒരു അല്ല അത്, ആംബുലൻസ് പോണതാ. എന്ത് നീണ്ടു വരില്ല? എന്തിന്? അതൊന്നും മുടങ്ങിട്ട് ആയൊക്കെ കൊടുക്കാം. എന്തായാലും അവിടേക്ക് പോയതല്ലേ. മാത്രല്ല ഞമ്മണങ്ങാടുള്ള നമ്മുടെ പ്രതിമ നാരായണനോടേ ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു, എന്റെ ഭാര്യ നാടകം കാണാൻ വരണ്ട, അപ്പൊ പ്രത്യേകം സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന്. അവര് വിളിക്കും എന്തായാലും. ആ എന്തുട്ട പ്രശ്നം? മഴ കാരണം ചിലപ്പോ നാടകം ഉണ്ടാവില്ലാന്ന്. അതിന് എവിടുന്നുണ്ട് മഴ? ഏലൂര് ഒരു ആവശ്യമില്ലാണ്ട് ഒരു മഴ. അയ്യോ, ഫോൺ കിട്ടി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇതെന്തെല്ലാരും ഫോട്ടോ ചെയ്തിട്ട് പോലെക്കണേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഓ എപ്പോഴും സ്തുതിയായിരിക്കും. ഒരു വീട് മൂത്ത് മാത്രം പ്രസാദമുള്ളല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് പറ്റി? അത് പിന്നെ എനിക്ക് മാത്രല്ലേ അച്ചോ പനിയുള്ളൂ, അതുകൊണ്ടാവും. ആ പ്രാഞ്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഒന്നൊരു നല്ല വിശേഷം. ഇതിന് വലിയ വിശേഷം അതെന്താ? അച്ഛന്റെ കാര്യം പറഞ്ഞിട്ട് നാവ് ഇപ്പൊ വായലിക്ക് ഇട്ടോളൂ. അപ്പൊ എന്താ പറഞ്ഞേ? അച്ഛൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഇടവകയിലെ ആൾക്കാരൊക്കെ സംഗീതം എന്താണെന്ന് പോലും അറിഞ്ഞെന്ന് പറയായിരുന്നു. സംഗീതം എന്ന് പറഞ്ഞാൽ ഈ സംഗീതം ഉണ്ടല്ലോ, കടലല്ലേ അത് സാഗരം. അതെ സാഗരം. നമ്മൾ അതിന്റെ സൈഡിൽ നിൽക്കുന്ന ചെടികള്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയാലേ? അറിയാം, എങ്കിലും കൂടുതൽ അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ട് അച്ചോ. എനിക്ക് പോയിട്ട് ചെറുതായിട്ടൊരു ധൃതിയുണ്ട്. എന്നാ അച്ഛൻ പിന്നെ പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ ശരി. അതല്ല അച്ചോ, ഞങ്ങൾക്കൊക്കെ ഒഴിവായ സ്ഥിതിക്ക് ഇന്നാണ് അച്ഛൻ പറയണെങ്കിൽ ഞങ്ങൾക്കൊക്കെ സൗകര്യമായിരുന്നു. അല്ല തിരക്കാണെങ്കിൽ അച്ഛൻ പൊക്കോളൂ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കില്ല. നിങ്ങള് ഇത്ര താല്പര്യം എടുത്ത സ്ഥിതിക്ക് ഞാൻ അല്പം സംഗീതത്തിനെ പറ്റി പറയാം. ശരി അച്ഛൻ. ഈ സംഗീതം എന്ന് പറയുന്നത് കടൽ അല്ല സാഗരം. സാഗരം, കറക്റ്റ്. സംഗീതം സാഗരാണെങ്കിലും ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു തരം ഹൃദയദ്രവീകരണ മദ്യമാണ്. ഈ സമയത്ത് അച്ചോ അങ്ങനെ ഒരു ഉദാഹരണം വേണ്ടായിരുന്നു അല്ലേ? നമുക്ക് ലഹരി തരുന്ന മദ്യത്തിന്റെ പോലെ സംഗീതവും നമുക്ക് ലഹരി തരും. ദൈവത്തിലേക്കുള്ള ഒരു പാതയാണ് ആ ലഹരി. അച്ഛാ, ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളിപ്പോ അത് വേണ്ടെന്ന് വെച്ചു. കാരണം അച്ഛന്റെ സാന്നിധ്യമാണ് ഇപ്പൊ ഞങ്ങക്ക് വലുത്. ഇളയപ്പൻ എന്തൊരു വിഷമം പോലെ. ഇവനൊക്കെ എന്റെ ഏട്ടന്റെ മോനായി പറഞ്ഞിടപ്പാ.
തുള്ളി കുടിക്കാൻ പറ്റും. ഇത്രയും എളിമയുള്ള മക്കളെ ജനിപ്പിക്കാൻ നിങ്ങളുടെ ഏട്ടനായില്ലോ, അയാളൊരു ഭാഗ്യം ചെയ്ത മനുഷ്യൻ. ഇനി ഞാൻ ചില ഗാനങ്ങൾ മൂളിത്തരാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. അതച്ചാ അത് ഹിന്ദിയിലുള്ളൊരു വാക്കാ. നമുക്ക് പെരുന്നാളിന് സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പാടി. അല്ല എന്നാലും അച്ചോ പിടിക്കേ പിടിക്കടാ അച്ചോ അതെ, നമുക്ക് ഈ ഗംഭീര അച്ഛന്റെ പുതിയ പാട്ട് അച്ഛൻ കമ്പോസ് ചെയ്തൊക്കെ ഉണ്ട് പറഞ്ഞു കമ്പോസ് കേട്ടോ അങ്ങോട്ട് നീങ്ങിയിരിക്കേ. നമ്മുടെ പുതിയ പാട്ട് ശ്രദ്ധിക്കില്ലേ സംഗീതം എന്ന് പറഞ്ഞാൽ അറിയാലോ, അതാണ് ഈ സാഗരം. സാഗരം യേശുനാഥ നീ വരുമ്പോ. പ്രാഞ്ചേ കേട്ടോ, ഇത് ഹിറ്റ് ആവൂട്ടോ, ഹിറ്റ് ആവും. ഉറപ്പാണ്, ഇത് ഹിറ്റാണെന്ന് ഉറപ്പാണ്. നാദാ നീ വരുമ്പോ. അച്ഛൻ ഈ വരികളൊക്കെ ഇതിന്റെ വരികളൊക്കെ സംഗീതം ഞാൻ തന്നെ, വരികൾ എന്റെ തന്നെ, എല്ലാം ഞാൻ തന്നെ. അച്ഛപ്പര് ഏകദേശം എത്ര പാട്ട് എഴുതിണ്ടാവും? അതിപ്പോ ഒരു 2000-ലും മേലെ പാട്ട് അതെയോ? അതില് ഹിറ്റായ ഒരു 10-30 പാട്ടില്ലേ? ആ 10-30 പാട്ടൊന്നും അച്ഛപ്പ പാടും. ഞാൻ പാടിയിട്ട് ഓരോന്നായിട്ട് പാടാം. പിന്നെ മറ്റേ ഒരു പടിയുടെ വികാരമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ പാട്ട്. ആ പാട്ട് ഏതാച്ചോ? വെറുതെ ഞാൻ അതിന്റെ വരി ഇങ്ങനെ ആലോചിച്ച് മുത്തപ്പനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ്. അലോന മുത്തപ്പ വാ വാ, അലോന മുത്തപ്പ വാ. പട്ടി ഓരിടുന്നു. നീ ഇത് ശ്രദ്ധിക്കണ്ടോ? നീ അതൊക്കെ ഉണ്ടാവും, നീ ഇത് ശ്രദ്ധിക്കും. ലോന മുത്തപ്പന്റെ അനുഗ്രഹം ആകാശത്ത് നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീഴാണ് ഈ പാട്ട് കേട്ടിട്ട്. ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുകയാണ് ഈ പാട്ട് കേൾക്കാൻ. നമ്മുടെ ഇടവകയില് വന്നപ്പോ ഒരു പാട്ട് ആദ്യത്തെ പാട്ട്. ആ പാട്ട് പക്ഷെ ഈ പാട്ട് ഹിറ്റാ, ഭയങ്കര ഹിറ്റ് പാട്ടാണ് പറഞ്ഞത്. അതിന്റെ താളം എന്തായിരുന്നു? അമ്പൊക്കെ ഇങ്ങനെ കുത്തി കുത്തി കിടക്കല്ലേ, അച്ഛനെ ഫ്ലോ കളഞ്ഞു. അതൊക്കെ നമുക്ക് എടുക്കാം. പഞ്ചായത്തിന്റെ ഇടയിൽ നിന്ന് അങ്ങോട്ട് പോവല്ലേ? ഇവിടെ അല്ല അച്ഛാ, എത്ര മണിക്കാ കുർബാന? കുർബാനൊക്കെ ഉണ്ട് അവിടെ, കൊച്ചുണ്ടല്ലോ, കൊച്ചച്ഛൻ ചൊല്ലിക്കോളും. അതിനല്ലേ കൊച്ചച്ഛനെ വെച്ചേക്കണേ. ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും നല്ല പാട്ടുണ്ടല്ലോ, അത് സെബാസ്റ്റ്യാനോസ് പുണ്യാളന്റെ പാട്ടാ. പ്രാഞ്ചേട്ടാ, നാടകമൊന്നും ഉണ്ടായില്ല, മഴ തന്നെയായിരുന്നു. ആലിസേച്ചി സൂസേച്ചി ഉച്ച തരുന്ന വിളി എന്നെ വിളി. ഞാനൊരു നമ്പർ ഇട്ട് വൈകിച്ചതാ. എന്തോട്ടെ പരിപാടിയിലേക്ക് അവരുടെ നേരത്തെ കൊണ്ട് കൊണ്ടുവന്നൂടെ? എന്റെ പ്രാഞ്ചേട്ടാ, ഞങ്ങൾ ഉച്ച തൊട്ട് വിളിക്കുന്നതാ ഇവനെ. ഇവനൊന്ന് വരണ്ടേ? ഇവനല്ലാതെ ആ നാട്ടിൽ വേറെ ഓട്ടോറിക്ഷക്കാരൊന്നും ഉണ്ടായില്ലേ? പ്രാഞ്ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞു ഇവൻ ചോട്ടെ തന്നെ വന്നാ മതിയെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞത് നാടകം ഉണ്ടാവും കരുതിയിട്ടല്ലേ. പിന്നെ നിന്റെ വീട്ടിലേക്ക് പോയാ ഞാൻ തിരക്കൂട്ടണമെന്നല്ലേ നിന്റെ പരാതി? കുരുവേട്ടൻ പനിച്ചു കിടക്കുന്നതുകൊണ്ട് വേഗം പോരാ ആലിസേച്ചി ഒരുപാട് നിർബന്ധിച്ചതാ. ജോസുട്ടി നീ പൊക്കോ, എനിക്ക് നിന്നെ കാണന്നെ വേണ്ട. എന്തിട്ട് വർത്തന്നെ പ്രാഞ്ചേട്ടൻ പറഞ്ഞേ? 8 മണി കഴിഞ്ഞിട്ട് വന്നാ മതി പറഞ്ഞല്ലേ? എടാ അത് നാടകം ഉണ്ടെങ്കിലല്ലേ ഒരു പരിപാടിയിലേക്ക് അവര് ഇവിടെ ഉണ്ടാവണമെന്നല്ലേ നമുക്ക് നല്ലത്. ഞാനും കുരുവേട്ടനും തനിച്ചിവിടെ, അതും ഞായറാഴ്ചയായിട്ട്. അപ്പൊ പരിപാടി ഒന്നും ഉണ്ടായില്ലേ? എന്തുട്ട് പരിപാടി? ആ അച്ഛൻ വന്നിട്ട് പാട്ടിന്റെ പരിപാടി അതുണ്ടായിരുന്നു. പള്ളിയിലച്ഛനോ? ആ അതെ സൂസ, എത്രയും നേരം ഇവിടെ പള്ളിയിലച്ഛണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. പള്ളിയിലച്ഛന്റെ വക സംഗീത ക്ലാസ് ആയിരുന്നു ഇവിടെ. അതേതായാലും നന്നായി. എന്തായാലും കുരുവേട്ടന്റെ സൂക്കേടൊക്കെ മാറി ആളെത്തിരി ഉഷാറായിട്ടുണ്ട്. അതുണ്ടാവും. 2 ദിവസം കൂടി കഴിയട്ടെ, എന്നിട്ട് ഇളയപ്പനും വറുതും ഭാസ്കരനും കൂടി ഏട്ടനൊരു സംഗീത ക്ലാസ് കൊടുക്കും. ആലീസ് വിളിച്ചോന്നെ? അല്ല പ്രാഞ്ചേട്ടൻ എന്തീ പറഞ്ഞേ? ഏയ് സൂസേ, നീയും ദൈവനും അടക്കം ഞങ്ങൾ ഇവിടെ വെച്ച് ചില കലാപരിപാടികൾ നടത്തിയിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ കുറച്ചാലും മുമ്പല്ലേ പ്രാഞ്ചേട്ടാ? ഇപ്പൊ എന്റെ പ്രാഞ്ചേട്ടൻ നല്ല കുട്ടിയാട്ടോ. ചില സാഹചര്യങ്ങളാ മനുഷ്യനെ ചീത്താക്കണ സൂസേ. പിന്നെ അതിനേക്കാളൊക്കെ ലഹരിണ്ട് സൂസ ഈ സംഗീതം എന്ന് പറഞ്ഞ ഇല്ലടാ പ്രാഞ്ചിയെ. പനി പിന്നി മാറൂട്ടാ, 3-4 പേരുടെ ശാപുണ്ടല്ലോ അത് കിട്ടൂട്ടാ. നീ എന്തൊട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണത്? പൊക്കൂടെ മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തിട്ട്. പ്രാഞ്ചേട്ടന് ഇതെന്താ പറ്റിയേ? ആ കുരുവേട്ടാ, ചുക്കാപ്പി കുടിച്ചായിരുന്നോ? ആ എനിക്ക് കുറച്ച് ചുക്കാപ്പി കുടിക്കാം. പ്രാഞ്ചിക്ക് വെള്ളം എടുക്കാം അല്ലേ?
എനിക്കൊരു ചുക്കും വേണ്ട. പച്ചവെള്ള ചോദിച്ചടാ. കിട്ടാത്തതിന്റെ അസൂയല്ലേ കാറ്റുകൂട്ടുന്നത് അല്ലേ? എങ്ങനെയുണ്ട്? ആ ഇളയപ്പൻ്റെ കിട്ടും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മൂത്തതായി പോയി. കാർന്നറാണെന്നൊരു പരിഗണന വേണം. ആർക്ക്? എനിക്ക് തന്നെ.